ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ എഴുന്നേറ്റ് നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് ഞാൻ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് പ്രേ ചെയ്യും, ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട്. അങ്ങനെ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രേ ചെയ്യും. പിന്നെ ചെറുതായിട്ടൊരു ചെറിയൊരു 2 മിനിറ്റ്സ് ബ്രീത്തിങ് എക്സസൈസ്, ലെഫ്റ്റ് നോസിലൂടെ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്തിട്ട് ദെൻ ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ റൈറ്റ് നോസിലൂടെ തിരിച്ച് വിടുന്നു, പുറത്തേക്ക് വിടുന്നു, വീണ്ടും റൈറ്റിലൂടെ എടുത്തിട്ട് ലെഫ്റ്റിലേക്ക്. അങ്ങനെ ഒരു 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതിന് ശേഷം എൻ്റെ ബെഡെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് വിരിച്ചിടും. ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നേരെ എൻ്റെ കിച്ചണിലോട്ട് പോകും. കിച്ചൺ കുറച്ച് മെസ്സായിട്ട് കിടക്കുകയാണ്, കാണിക്കാൻ ഞാൻ. ഇത് ചെറിയൊരു ഫ്ലാറ്റാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പം ചെറിയൊരു ഫ്ലാറ്റാണ്, ഞാൻ മാത്രമുള്ളതുകൊണ്ട് എനിക്കൊരു പറ്റിയ ചെറിയൊരു കുക്കിംഗ് ഏരിയ ഉണ്ട്. വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് മാത്രമേ, ഒരാൾക്ക് മാത്രം മൂവ് ആവാനുള്ളൊരു സ്പേസേ ഉള്ളൂ ഈ റൂമിൽ. അപ്പം പിന്നെ ഞാൻ നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ വെള്ളം തിളപ്പിക്കും, ചൂടുവെള്ളം ആക്കും ആദ്യം. എന്നിട്ട് ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കും. അതാണ് എൻ്റെ നോർമൽ, ഞാൻ റൊട്ടീനിൽ ചെയ്യുന്നത് അതാണ്. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? സോറിയാ, ഞാൻ വെള്ളം ചൂടാക്കാൻ പോകുന്നതിൻ്റെ സൗണ്ടാണ്. അപ്പം നോർമലി ഞാൻ ഇതാണ് ചെയ്യുന്നത്, വെള്ളം ചൂടാക്കും. എന്നിട്ട് വെള്ളത്തിനകത്ത് ജീരകം, ഉലുവ അതെല്ലാം ഇടും. 1-2 സാധനങ്ങൾ ഇട്ടതിന് ശേഷം ആ വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് അത് ചെറുതായിട്ട് ചെറു ചൂടിൽ കുടിക്കും. കുടിച്ച് കഴിയുമ്പോൾ ഇന്ന് യോഗ ക്ലാസ് ഉണ്ട്. ഞാനത് 9 AM യോഗ ക്ലാസ്സിനാണ് ചേർന്നേക്കുന്നത്. പിന്നെ യോഗ ക്ലാസ്സിന് കയറും. ആക്ച്വലി വെള്ളം കുടിച്ച് ഒരു ഗ്യാപ്പിന് ശേഷം വേണം നമ്മൾ കയറാനായിട്ട്. എനിവേ ഞാനത് നോർമലി എനിക്കത് ഇഷ്ടമാണ് വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ ടൈം പോലെ ഇരിക്കും, ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിൽ അങ്ങനെ കയറും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ആദ്യത്തെ എൻ്റെ വീഡിയോസൊക്കെ ആയതുകൊണ്ട് ഇത്തിരി പതർച്ചയും ടെൻഷനൊക്കെ ഉണ്ട്. എന്താകും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനങ്ങ് ചെയ്യുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് സംസാരിക്കാനായിട്ടും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പം അതങ്ങ് ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ഈ വെള്ളം ചൂടാക്കി കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. പിന്നെ ഈ യോഗ ക്ലാസ് ഒരു 1 hour കണ്ടിന്യൂസ് നമുക്ക് ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് ശേഷം തിരിച്ച് വീണ്ടും വരിക, പിന്നെ ഒരു നല്ലൊരു ടീ ഇട്ട് കുടിക്കുക, പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുക, ടീയും ബ്രേക്ക്ഫാസ്റ്റും. പിന്നെ അതിന് ശേഷം ഓൾറെഡി ഞാൻ ഇന്നലെ വെച്ച നല്ല മീൻ കറി ഉണ്ട്, നല്ല മീൻ കറി കാണിക്കവേ. കുറച്ചുകൂടെ ഉള്ള നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇതിനകത്ത് കുക്കിംഗ് വീഡിയോസും ചെയ്യണമെന്നുണ്ട്. പതിയെ ഞാൻ ഓരോരോ റെസിപ്പീസുമായിട്ട് വന്ന് കുക്കിംഗ് വീഡിയോസും കാണിക്കാം. എനിക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം പിന്നെ അതിന് നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യോഗ ക്ലാസ് കഴിഞ്ഞ് നേരെ വരുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു, കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നു, പിന്നെ ഈവനിങ് വരുന്നു. ഇത് എൻ്റെ നോർമൽ ലൈഫ് ഇങ്ങനെയായിരുന്നു. ഇപ്പം എനിക്ക് ലീവ് ഉള്ളതുകൊണ്ട്, ഞാൻ ലീവ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് ചേഞ്ചസ് ഉണ്ട്. സോ അതെനിക്ക് എന്ന് വെച്ചാൽ ഞാൻ യോഗ ക്ലാസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ടൈം മൊബൈലിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും മൂവീസ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക.
വേറെ ഒന്നും ഇല്ല. പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ചെറിയ 1-2 പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, സോറി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ടേക്ക് കെയർ ചെയ്യുക. പിന്നെ എനിക്ക് ക്യാറ്റ് ഉണ്ട്, പിന്നെ ക്യാറ്റിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, അങ്ങനെ അത്രയേ ഉള്ളൂ എനിക്ക്. പിന്നെ അതിനുശേഷം പിന്നെ ലഞ്ചിൻ്റെ കാര്യം പ്രിപ്പയർ ചെയ്യുക. ലഞ്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ 6 o'clock ഒക്കെ കഴിഞ്ഞിട്ട്, ഇന്നലെ 6 o'clock ഒരുപാട് കുട്ടികളൊക്കെ ഭയങ്കര ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു. അപ്പം പന്തൊക്കെ എൻ്റെ മേത്ത് വന്ന് വീഴാനായിട്ടൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ചുകൂടെ ലേറ്റായിട്ട് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുക. അത്ര നേരത്തെ പോകണ്ട, ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നോർമലി ജോയിൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ലായിരുന്നു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കാണിച്ച എൻ്റെ ഫ്രണ്ടും കൂടെ വരും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് അങ്ങനെ നടക്കുമ്പോൾ നോർമലി കുറച്ച് ഗോസിപ്പൊന്നുമല്ല, എന്നാലും ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകുമ്പം അത് രസമല്ലേ. നമുക്ക് എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈൻഡിനും നമ്മളൊരു ഫ്രഷ്നെസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതെല്ലാവരും ചെയ്യണം. മീൻസ് അങ്ങനെയുള്ള മൈൻഡിന് ഉള്ള ഫ്രഷ്നെസ് കൊടുക്കുക എന്നുള്ളത് മെഡിറ്റേഷനിലൂടെ കിട്ടും. പിന്നെ നമുക്കിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ അത് നമുക്ക് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കാനായിട്ടുള്ള വഴിയാണ്. പിന്നെ നല്ല ഫുഡുകളിലൂടെ, നോൺ വെജ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല വെജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നോൺ വെജിറ്റേറിയനാണ്, എനിക്ക് നോൺ വെജ് ഇഷ്ടമാണ്. എന്നാലും ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഈ വെജ് എന്ന് പറയാൻ നേരം നമുക്ക് ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തോ പറയുക, വെള്ളത്തിൽ കുതിർക്കാനിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വീർത്ത് വരത്തില്ല. അതായത് നാളെയും ഇപ്പം എന്തോ പറയുന്നത്, നമ്മുടെ സീഡ്സൊക്കെ ഇടുവാണെങ്കിൽ തന്നെ അത് നാളെ കിളിർത്ത് വരും. അതിൽ നിന്നൊരു ഒരു പുതിയൊരു തലമുറ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഈ സീഡ്സ് കാര്യങ്ങളൊക്കെ കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുഴിച്ചിട്ട് അതിൽ നിന്ന് മുളച്ച് വരും. അപ്പം നാളത്തേക്ക് വേണ്ടി നമുക്ക് വീണ്ടും ഒരു പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന അത്തരം ടൈപ്പിലുള്ള ആഹാരങ്ങളൊക്കെ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സ്, സീഡൊക്കെ ഉള്ളതല്ലേ, ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയൊരു ജനറേഷൻ ഉണ്ടാകാൻ പറ്റുന്ന, അതൊക്കെ കൂടുതലും നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആക്കുന്ന. അല്ലാണ്ട് ഈ ചിക്കൻ, ബീഫ് ഇതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഓൾറെഡി ഡെത്തായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. പിന്നെ അതിന് ശേഷം അത് എത്രയോ നാൾ ഫ്രീസറിൽ വെച്ചിട്ട്, ഞാനിപ്പോൾ ഈ കുവൈറ്റിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഫ്രീസറിൽ വെച്ച് നമ്മൾ ഈ മാളിൽ തന്നെ കുറേ നാളിരുന്ന്, പിന്നെ അതിന് ശേഷം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ നമ്മുടെ ഫ്രീസറിൽ കുറേ നാളിരുന്ന് അത് നമുക്ക് പിന്നെ തോന്നുമ്പോഴാണ് വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി അത് എന്തോ പറഞ്ഞാൽ അതിന് എന്തേലും ഒരു ഗുണമുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ആഹാരമൊക്കെ മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും നോൺ വെജ് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ മുട്ട കഴിക്കും, മീൻ കഴിക്കും, ഞാൻ എല്ലാം കഴിക്കും. എനിക്കെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾ എല്ലാമാണ്. അപ്പം എനിക്കറിയാം അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഒഴിവാക്കിയില്ലെങ്കിൽ പോലും നമ്മൾ നോർമലി കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയേക്കാളും അതിൻ്റെ ഇരട്ടിയിലധികം നമ്മൾ ഇതുപോലുള്ള വെജീസ്, പിന്നെ എന്തുവാ മില്ലറ്റ്സ്, നട്ട്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ മൈൻഡിന്, നമ്മുടെ ബോഡിക്ക് എല്ലാത്തിനും അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചതിന് ശേഷം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോകണം. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉപ്മയാക്കാനായിട്ടാണ് പ്ലാൻ. അപ്പം ഇന്ന് ഉപ്മയും പിന്നെ കുറച്ച് റോബസ്റ്റ് പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉപ്മയായിട്ട് ഇന്ന് ഞാൻ പഴം കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം ലഞ്ച് പ്രിപ്പയർ ചെയ്യുക. ഫിഷ് കറി ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ 1-2 കറി എന്തെങ്കിലുമൊക്കെ വെക്കുക, പിന്നെ ചോറ് വെക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. അതിനുശേഷം
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എഫക്റ്റീവായിട്ട്. ഞാനൊന്ന് ആലോചിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഡയറിയിൽ എഴുതി വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നാവും. ഈ ലീവൊക്കെ എടുത്ത് കണ്ടിന്യൂസ് ലീവൊക്കെ എടുത്തിരിക്കുമ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും. നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ ഇവിടെ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ ചെയ്യാനായിട്ട്. എന്തോ ഞാൻ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, എന്തോ റോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിവേ, അപ്പോൾ എനിക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു കാര്യങ്ങളും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ പൂച്ചയായിട്ടൊക്കെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ അതിനുശേഷം റൂം ക്ലീൻ ചെയ്യും. ഇന്ന് എനിക്ക് റൂം ക്ലീനിങ് ഉണ്ട്, അപ്പോൾ ഇന്ന് ഞാൻ റൂം ക്ലീനിങ്ങിലേക്ക് പോകാം. എന്നാൽ പോലും ഞാൻ പറയാം, അത് ഓക്കെ, റൂം ക്ലീൻ ചെയ്തിടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫുള്ള് ക്ലീൻ ചെയ്ത റൂമിലിരിക്കുമ്പോൾ അത് തന്നെ ഒരു ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എത്തിക്കുന്നൊരു ഘടകമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ക്ലീൻ ചെയ്ത റൂമിലിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കുക്ക് ചെയ്ത ഫുഡ്, അതായത് നമുക്ക് ഓർഡർ ചെയ്യുമ്പം, ഞാൻ ഓർഡർ ചെയ്യുന്ന ആളായിരുന്നു, പക്ഷെ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സും കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും. നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിൽ കഴിക്കുക. മറ്റേതിന് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും എനിക്ക് അങ്ങനെ ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം, ഞാൻ ഹോട്ടൽ ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് തോന്നാറുണ്ട് ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനില്ലേ. അതായത് യൂട്യൂബുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂട്യൂബുണ്ട്, വീട്ടിൽ അമ്മയുണ്ടാവും, ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് റെസിപ്പിയൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിനെ ആശ്രയിക്കാം. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് ബെറ്റർ റെസിപ്പീസൊക്കെ നോക്കിയിട്ട് നമ്മൾ അതുപോലൊന്ന് കുക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോസിബിളാണ് അത് ചെയ്യാനായിട്ട്. നമുക്ക് ബെറ്റർ ഫുഡ് കിട്ടും, നമുക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണം, അത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കുവാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ ശരി, ഞാൻ പതിയെ വെള്ളം എല്ലാം കുടിച്ച് ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യോഗ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ബൈ. ഇപ്പം എനിക്ക് ക്ലാസ് തുടങ്ങാറായി. അത് സൂമിലാണ്, നമ്മുടെ ഓൺലൈനിലൂടെ നടത്തുന്നതാണ്. അപ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ മൊബൈലിലൂടെ തന്നെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കട്ടെ, കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.